പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം രാത്രി പ്രിയപ്പെട്ട മനമോഹനനെ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുത്ത് പിരിയുമ്പോൾ അതിഗംഭീരമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചതിന്റെ അഭിമാനത്തിലായിരുന്നു ഞങ്ങൾ. മനമോഹൻ 2 വട്ടം ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന ട്രഷററും സെക്രട്ടറിയുമായിരുന്നു. അടിമുടി സഖാവായിരുന്നു, സംഘാടകനായിരുന്നു. മനമോഹന്റെ ജീവചരിത്രം ബയോഡേറ്റ അടയാളപ്പെടുത്തലല്ല ഈ വീഡിയോയുടെ ലക്ഷ്യം. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിന് മരണാനന്തരം തന്റെ ശരീരം വിട്ടുകൊടുക്കാൻ ആർക്കും അത്ര എളുപ്പം തീരുമാനിക്കാനാവില്ല. അങ്ങേയറ്റത്തെ ശാസ്ത്രബോധവും പൗരബോധവും സാമൂഹ്യബോധവുമുള്ള പുരോഗമന ചിന്തയുടെ നമ്മിൽ പലർക്കും അപ്രാപ്യമായ ഔന്നിത്യത്തിലെത്തിയവർക്ക് മാത്രം സാധ്യമാകുന്ന ത്യാഗമാണത്. നൂറ്റാണ്ടുകളിലൂടെ കൈമറിഞ്ഞെത്തിയ ആചാരങ്ങൾ, പൂജകൾ, മന്ത്രവിധികൾ, മരണാനന്തര ചടങ്ങുകൾ, ഉറ്റവരുടെയും ബന്ധുക്കളുടെയും മനസ്സിൽ ഉറഞ്ഞുപോയ വിധിപ്രകാരമുള്ള ചരമശുശ്രൂഷകൾ, അതൊക്കെ കഴിഞ്ഞ് ഒന്നുകിൽ ഒരു കുഴിയിൽ അല്ലെങ്കിൽ ഒരു ചിതയിൽ അഴുകിയോ എരിഞ്ഞോ തീരേണ്ട ശരീരം. അതാണ് ഏറെക്കുറെ എല്ലാവർക്കും സമൂഹം വിധിച്ചിട്ടുള്ള ശവസംസ്കാരം. ഇവിടെ ഒരു മനുഷ്യൻ അത് വേണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ അഴുകിയോ ദഹിച്ചോ അവസാനിക്കേണ്ടതല്ല തന്റെ ശരീരം എന്ന ഉറച്ച ബോധ്യം വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കി. ഉറ്റവരും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം ഏറ്റവും ആദരവോടെ ആ അഭിലാഷം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിനൊപ്പം നിന്നു. അങ്ങനെ ആ ശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റിന് സ്വന്തമായി. ഇനി എങ്ങനെയാവും അവരാ ശരീരം പരിപാലിക്കുക? മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി മൃതദേഹം ദാനം ചെയ്യുന്നതിന്റെ ചരിത്രം മനുഷ്യ സംസ്കാരത്തിന്റെ വളർച്ചയുടെയും പുരോഗതിയുടെയും നാഴികക്കല്ലാണ്. ആ ചരിത്രത്തിലൂടെയാണ് ഈ വീഡിയോയിൽ നാം കടന്നു പോകുന്നത്. മനമോഹന്റെ ദേഹം മെഡിക്കൽ കോളേജിന് സ്വന്തമായി. ഇനി എന്താണ് അനാട്ടമി വകുപ്പും മെഡിക്കൽ കോളേജും ചെയ്യുക? രോമം മുഴുവൻ നീക്കം ചെയ്ത് ശരീരം ആദ്യം എംബാം ചെയ്യും. വിവിധ രാസവസ്തുക്കൾ കൂട്ടിക്കലർത്തിയ ലായനി ശരീരത്തിൽ നിറച്ച് രക്തം മുഴുവൻ നീക്കം ചെയ്യും. എന്നിട്ട് ആ ശരീരം ഫോർമാലിൻ നിറച്ച വലിയ ടാങ്കിൽ മൂടി വെച്ച് സൂക്ഷിക്കും. ദിവസങ്ങൾക്കുള്ളിൽ തൊലിയുടെ നിറം കറുപ്പാകും. ശരീരം തിരിച്ചറിയാനാവാത്ത വിധം മാറും. പഴക്കത്തിന്റെ ക്രമമനുസരിച്ച് പിന്നീട് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നൽകും. 10 കുട്ടികൾക്ക് ഒരു മൃതദേഹം, അതാണ് വ്യവസ്ഥ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1-ാം വർഷ MBBS വിദ്യാർത്ഥികൾക്ക് നിലവിൽ 1 വർഷം ആവശ്യമുള്ളത് 25 ബോഡികളാണ്. BDSന് 2, PG വിദ്യാർത്ഥികൾക്ക് 3. പിന്നെ പരീക്ഷയ്ക്ക്, സർജറി വിദ്യാർത്ഥികളുടെ വർക്ക്ഷോപ്പിന്, വിദഗ്ധർക്ക് വിവിധ ശസ്ത്രക്രിയാ രീതികൾ പരീക്ഷിക്കാനുമൊക്കെ ബോഡി ആവശ്യമുണ്ട്. ദേഹം കീറിമുറിച്ച് പഠിക്കാനെടുക്കും മുമ്പ് മെഡിക്കൽ വിദ്യാർത്ഥികൾ കടാവർ ഒത്തെടുക്കും. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. ഡിസഷൻ ടേബിളിൽ കിടത്തിയ മൃതദേഹത്തിന് മുന്നിൽ നിന്ന് കൈകൾ നീട്ടിപ്പിടിച്ച് അവരൊരു പ്രതിജ്ഞ ചെയ്യും. ആ പ്രതിജ്ഞ ഇങ്ങനെയാണ്: ഞാൻ ആദരപൂർവ്വം പ്രതിജ്ഞ ചെയ്യുന്നു, എന്റെ ആദ്യത്തെ അനാട്ടമി അധ്യാപകനായി നിങ്ങളെ ഞാൻ അങ്ങേയറ്റത്തെ ആദരവോടും അന്തസ്സോടും കൂടി പരിഗണിക്കും. നിങ്ങളുടെ സ്വകാര്യതയും രഹസ്യാത്മകതയെയും ഞാൻ എപ്പോഴും മാനിക്കും. ഈ പഠനത്തിലൂടെ എനിക്ക് ലഭിക്കുന്ന അറിവ് സമൂഹത്തിന്റെ സേവനത്തിനായി ഞാൻ വിനിയോഗിക്കും. ഇനി മുതൽ എന്റെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളുടെ ഈ മഹത്തായ ത്യാഗത്തോട് ഞാൻ നീതി പുലർത്തും. ഞങ്ങളുടെ പഠനത്തിനായി നിങ്ങളുടെ ശരീരം വിട്ടു നൽകിയ ആ ദയാപൂർവമായ പ്രവൃത്തിയെ കൃതജ്ഞതയോടെ ഞാൻ സ്മരിക്കുന്നു. മരണാനന്തരമുള്ള ഈ ജീവൻ വഴി എനിക്കും സമൂഹത്തിനും നൽകിയ അറിവിന് നിങ്ങളോടും കുടുംബത്തോടും ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഈ പ്രതിജ്ഞ എടുത്ത് അങ്ങേയറ്റത്തെ ആദരവോടും കൃതജ്ഞതയോടും കൂടി വേണം മൃതദേഹം പഠിക്കാനെടുക്കേണ്ടത്. ആദ്യം കൈകാലുകൾ, പിന്നെ കഴുത്തും തലയും, പിന്നെ ആന്തരാവയവങ്ങൾ. അങ്ങനെ ദേഹമാകെ കീറിമുറിച്ച് വിദ്യാർത്ഥികൾ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പുതിയ അറിവ് നേടും. പഠന പ്രക്രിയ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയാകുന്നത് ഒരു പോളിത്തീൻ ബാഗിൽ ഒതുക്കാവുന്ന അവശിഷ്ടങ്ങൾ മാത്രം. അത് സ്ഥാപന മേധാവികളും ഡോക്ടർമാരും ചേർന്ന് മെഡിക്കൽ കോളേജ് വളപ്പിലെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റിന്റെ ബറിയൽ ഗ്രൗണ്ടിൽ അടക്കം ചെയ്യും. മൻമോഹന്റെ ശരീരവും അങ്ങനെ ഓരോ ഇഞ്ചും നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കും. അവരിൽ നിന്ന് വിദഗ്ധരായ ഡോക്ടർമാരും ശസ്ത്രക്രിയാ വിദഗ്ധന്മാരും ഉണ്ടാകും. ചികിത്സയുടെയും സർജറിയുടെയും മേഖലയെ കൂടുതൽ സമഗ്രവും സൂക്ഷ്മവും ആധുനികവുമാക്കുന്നതിന് ആ ദേഹം ഉപകരിക്കപ്പെടും. ചേതനയറ്റ ശരീരമെന്നും ജീവനറ്റ ശരീരമെന്നുമുള്ള ക്ലീശേ പ്രയോഗങ്ങളിൽ ആ ദേഹങ്ങളെ നമുക്ക് ഒതുക്കാനാവില്ല. കൂടുതൽ ചേതനയോടെ, കൂടുതൽ ജീവസോടെ മനമോഹനടക്കം ഇതുപോലെ മൃതദേഹം ദാനം ചെയ്യുന്നവർ മെഡിക്കൽ മേഖലയെ കൂടുതൽ ദീപ്തമാക്കും. തലമുറകളുടെ സ്വത്തായി അവർ പരിഗണിക്കപ്പെടും. പുരോഗമനാശയങ്ങളെ ജീവിതത്തിൽ പകർത്തുന്ന വിപ്ലവകാരികളായി അവർ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പടരും. ഇങ്ങനെ സ്വന്തം മൃതദേഹം ദാനം ചെയ്ത് വൈദ്യശാസ്ത്ര മേഖലയെ സമ്പുഷ്ടമാക്കാനുള്ള സന്നദ്ധതയിലേക്ക് മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ നടന്നു കയറിയതല്ല. ആ പ്രക്രിയയുടെ ചരിത്രവും ശാസ്ത്രവും കൂടി നാം അറിഞ്ഞിരിക്കണം. മനുഷ്യ ശരീരത്തെ അറിയാനുള്ള ഉത്കടമായ ജിജ്ഞാസയിൽ നിന്ന് ആരംഭിച്ച് ആചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടും പോരടിച്ച് അതത് കാലഘട്ടത്തിൽ വേരുറഞ്ഞുപോയ വിശ്വാസ പ്രമാണങ്ങളെ തിരുത്തിയെഴുതി കൂടുതൽ കൃത്യവും കർക്കശവുമായ നിയമവ്യവസ്ഥയുടെ പിൻബലത്തോടെ സാധ്യമായ ഒരു മാറ്റമാണത്. നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിന്റെ ചരിത്രം.
അനാട്ടമിയുടെ പിതാവായ ഹെറോഫിലോസ് ആണ് ശാസ്ത്രീയമായ രീതിയിൽ ആദ്യം മനുഷ്യ ശരീരം കീറിമുറിച്ചു പഠിച്ചത്. BC 3-ാം നൂറ്റാണ്ടിലാണ് ഹെറോഫിലോസ് ജീവിച്ചിരുന്നത്. മരണാനന്തരമുള്ള ശരീരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അക്കാലത്ത് നിലനിന്ന പൊതുവായ ധാരണകളാണ് മൃതദേഹം കീറിമുറിച്ചുള്ള പഠനം ഒരു വിദ്യാഭ്യാസ മാർഗമായി പ്രോത്സാഹിപ്പിക്കാൻ സാഹചര്യമൊരുക്കിയത്. മരണാനന്തരം തന്റെ ശരീരം എന്തു വേണമെങ്കിലും ചെയ്യാൻ സോക്രട്ടീസ് തന്റെ സുഹൃത്തുക്കൾക്ക് അനുവാദം നൽകിയിരുന്നതായി കരുതപ്പെടുന്നു. പക്ഷെ പുരോഗമനപരമായ ആ അന്തരീക്ഷം അധികകാലം നീണ്ടുനിന്നില്ല. പ്രാചീന ഇന്ത്യയിലും മനുഷ്യ ശരീരം കീറിമുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ശസ്ത്രക്രിയാ പിതാവെന്നറിയപ്പെടുന്ന ശുശ്രുതൻ എഴുതിയ ശുശ്രുത സംഹിതയുടെ 5-ാം അധ്യായത്തിൽ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മൃതദേഹം എങ്ങനെ പരിപാലിക്കണമെന്ന് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നീട് മധ്യകാലഘട്ടമായപ്പോഴേക്കും മൃതദേഹം കീറിമുറിച്ച് പഠിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കപ്പെട്ടു. മൃഗങ്ങളെ കീറിമുറിച്ചുള്ള പഠനം മാത്രമേ അക്കാലത്ത് അനുവദിക്കപ്പെട്ടിരുന്നുള്ളൂ. നൂറ്റാണ്ടുകളോളം ആ വിലക്കുകൾ സമൂഹത്തിൽ ആധിപത്യം തുടർന്നു. പിന്നീട് പഠനം വ്യവസ്ഥാപിതമാവുകയും സർവകലാശാലകൾ നിലവിൽ വരികയും ചെയ്തതോടെ വൈദ്യശാസ്ത്ര പഠനവും പുരോഗമിച്ചു. ധാരണകൾ മാറി. മനുഷ്യ ശരീരത്തെയും ആന്തരാവയവങ്ങളെയും കുറിച്ചുള്ള അറിവ് വൈദ്യശാസ്ത്രത്തിന് അത്യാവശ്യമാണെന്ന് തിരിച്ചറിവുണ്ടായി. മൃതദേഹം ആചാരപരമായി മറവു ചെയ്യാതെ പഠനാവശ്യങ്ങൾക്ക് കീറിമുറിക്കുന്നതിലെ ധാർമ്മിക വിമുഖതയേക്കാൾ പ്രധാനമാണ് ആ പഠനത്തിലൂടെ നേടുന്ന അറിവിന്റെ പ്രായോഗിക ഗുണമെന്ന ചിന്ത അധികാര കേന്ദ്രത്തിലടക്കം സ്വാധീനമുറപ്പിച്ചു. പഠനത്തിനായി 5 വർഷത്തിലൊരിക്കൽ ഒരു മൃതദേഹമെങ്കിലും കീറിമുറിക്കാമെന്ന് 1231 റോമൻ ചക്രവർത്തിയായിരുന്ന ഫ്രെഡറിക് രണ്ടാമൻ ഉത്തരവിട്ടു. തുടർന്ന് 1315 ഇറ്റാലിയൻ ഡോക്ടറായ മോണ്ടിനോ ഡിലൂസി ഹെറോഫിലിസിന് ശേഷം ആദ്യമായി ഒരു ശരീരം പരസ്യമായി പഠനാവശ്യത്തിന് കീറിമുറിച്ചു. തുടർന്ന് ഈ പഠനത്തിന് യൂറോപ്പിലുടനീളം നിയമപരമായ പിന്തുണ ലഭിച്ചു. എങ്കിലും പ്രതിവർഷം എത്ര മൃതദേഹം ഇങ്ങനെ ചെയ്യാമെന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. മിക്കവാറും രാജ്യങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളുടെ മൃതദേഹങ്ങൾ മാത്രമേ ഇതിനായി ഉപയോഗിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. വൈദ്യനോ ശസ്ത്രക്രിയാ വിദഗ്ധനോ ആയിരുന്നില്ല ചിത്രകലാ പ്രതിഭയായിരുന്ന ലിയനാർഡോ ഡാവിഞ്ചി. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അദ്ദേഹം പക്ഷേ മികച്ച അനാട്ടമിസ്റ്റായി മാറി. മനുഷ്യ ശരീരത്തിന്റെ ഘടനയും പേശികളുടെ ചലനവുമൊക്കെ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരെ പോലെ കലാകാരന്മാർക്കും മനസ്സിലാക്കാൻ അനാട്ടമി പഠനം അനിവാര്യമാണെന്ന വീക്ഷണം അന്നത്തെ ഭരണാധികാരികളും സഭയും അംഗീകരിച്ചതുകൊണ്ടാണ് ഡാവിഞ്ചിക്ക് അത് സാധ്യമായത്. 30ഓളം മൃതദേഹങ്ങളാണ് അദ്ദേഹം കീറിമുറിച്ച് പഠിച്ചത്. 1543 ഫ്ലെമിഷ് ഫിഷഗുരനായ ആൻഡ്രിയാസ് വെസാലിയസിന്റെ ഡി ഹ്യൂമാനി കോർപ്പോറിസിസ് ഫാബ്രിക്ക എന്ന പ്രശസ്തമായ ഗ്രന്ഥം പുറത്തു വന്നതോടെ അനാട്ടമി അറിവ് ക്ലിനിക്കൽ രംഗത്ത് അനിവാര്യമാണെന്ന ചിന്ത പ്രബലമായി. പക്ഷെ അക്കാലത്ത് പഠിക്കാൻ ആവശ്യത്തിന് മൃതദേഹങ്ങൾ കിട്ടുമായിരുന്നില്ല. ആ ദൗർബല്യം മുതലെടുത്ത് മൃതദേഹ മോഷ്ടാക്കൾ രംഗത്തിറങ്ങി. രാത്രിയുടെ മറവിൽ ശവക്കല്ലറകളിൽ നിന്ന് മൃതദേഹങ്ങൾ മോഷ്ടിച്ച് ആശുപത്രികൾക്ക് വിൽക്കുന്ന സംഘം രൂപം കൊണ്ടു. അവരിൽ നിന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംരക്ഷിക്കാൻ ശവക്കല്ലറകൾക്ക് ചുറ്റും ഇരുമ്പ് വേലികൾ നിർമ്മിക്കുക, ഇരുമ്പ് ശവപ്പെട്ടികൾ ഉപയോഗിക്കുക, സെമിത്തേരികളിൽ കാവൽക്കാരെ ഏർപ്പെടുത്തുക തുടങ്ങിയ രീതികൾ അവലംബിക്കാൻ ബന്ധുമിത്രാദികൾ നിർബന്ധിതരായി. തുടർന്നാണ് ഈ മേഖലയിലെ ഏറ്റവും ക്രൂരമായ ഒരു സംഭവം അരങ്ങേറിയത്. വില്യം ബെർക്ക്, വില്യം ഹെയർ എന്നീ കൊലയാളികൾ മൃതദേഹ കച്ചവടത്തിന് പൈശാചികമായ ഒരു സംവിധാനമുണ്ടാക്കി. സ്കോട്ട്ലൻഡിൽ ഒരു ഹോസ്റ്റൽ നടത്തിയിരുന്ന ഇവർ ആ ഹോസ്റ്റലിലെ താമസക്കാരായ 16 പേരെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി. മൃതദേഹങ്ങൾ എഡിൻബർഗ് സർവകലാശാലയിലെ പ്രൊഫസർ റോബർട്ട് നോക്സിന് വിറ്റു. 1828 ഇരുവരും പിടിയിലായി. വില്യം ഹെയർ ബെർക്കിനെ ഒറ്റുകൊടുത്ത് മാപ്പുസാക്ഷിയായി. വില്യം ബെർക്കിനെ തൂക്കിലേറ്റുകയും ശരീരം പരസ്യമായി വിച്ഛേദിക്കുകയും ചെയ്തു. അയാളുടെ അസ്ഥികൂടവും അയാളുടെ തൊലി കൊണ്ട് പൊതിഞ്ഞൊരു നോട്ട് ബുക്കും ഇന്നും എഡിൻബർഗിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവത്തെ തുടർന്നാണ് 1832 യുണൈറ്റഡ് കിങ്ഡം അനാട്ടമി ആക്ട് പാസാക്കിയത്. അഗതി മന്ദിരങ്ങളിലും മറ്റും അവകാശികളില്ലാതെ കിടക്കുന്ന പാവപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പഠനാവശ്യത്തിനായി നിയമപരമായി വിട്ടു നൽകാൻ ഈ നിയമം അനുവാദം നൽകി. ഇത് അനാട്ടമിയുടെ ചരിത്രത്തിലെ മറ്റൊരു വേദനാജനകമായ അധ്യായമാണെങ്കിലും ഇക്കാര്യത്തിൽ കൃത്യമായ നിയമവ്യവസ്ഥകൾ രൂപപ്പെടുത്താൻ മറ്റു രാജ്യങ്ങൾക്കും പ്രേരണയായത് ഈ നിയമമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലും ഈ നിയമം തന്നെയാണ് പിന്തുടർന്നത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഓരോ സംസ്ഥാനങ്ങളും തങ്ങളുടെ സ്വന്തം അനാട്ടമി ആക്ടുകൾക്ക് രൂപം നൽകി. 1957 കേരള അനാട്ടമി ആക്ട് നിലവിൽ വന്നു. ഈ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് പ്രിയപ്പെട്ട മൻമോഹന്റെ ദേഹം മെഡിക്കൽ കോളേജിനും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും സ്വന്തമായത്. മനുഷ്യ സംസ്കാരത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വിലപ്പെട്ട സന്നദ്ധതയാണ് സ്വന്തം ദേഹവും അവയവങ്ങളും ഇതുപോലെ ദാനം ചെയ്യാനുള്ള തീരുമാനം. ഉന്നതമായ ശാസ്ത്രബോധവും പൗരബോധവും പുരോഗമന വീക്ഷണവും ഉള്ളവർക്ക് മാത്രം സാധ്യമാകുന്ന സന്നദ്ധത. ജീവിതവും അധ്വാനവും ഊർജവും മുഴുവൻ
ശാസ്ത്രപ്രചരണത്തിന് ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യന് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് അനശ്വരനാകാൻ കഴിയുക? The value of life is not in its duration but in its donation എന്ന പീറ്റർ മാർഷലിന്റെ സന്ദേശം അക്ഷരാർത്ഥത്തിൽ സ്വന്തം ജീവിതത്തിൽ പകർത്തിയ സാമൂഹ്യ സേവകനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മനമോഹൻ. വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിക്കുന്ന ചുള്ളിക്കാടിന്റെ കവിതയുടെ അവസാന വരികൾ ഇങ്ങനെയാണ്: എന്റെ കാലുകൾ നീ കീറിമുറിച്ച് പഠിക്കും, പക്ഷെ എന്റെ കാൽപ്പാടുകൾ നിനക്കൊരിക്കലും എണ്ണി തീർക്കാനാവില്ല. എണ്ണി തീർക്കാനാവാത്ത കാൽപ്പാടുകൾ അവശേഷിപ്പിച്ച് ഭൂവാസം മതിയാക്കിയ അസാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ ദേഹമാണ് തങ്ങൾ കീറിപ്പൊളിച്ച് പഠിക്കുന്നതെന്ന് മനമോഹന്റെ ശരീരം പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും അറിയാനിടയില്ല. MD എഴുതിയതുപോലെ പറയെടുപ്പിന് മുന്നിലോ പടനീക്കങ്ങളുടെ ചരിത്രത്തിലോ കാൽപ്പാട് പതിയരുതെന്ന വാശിയോടെ ജീവിച്ച വ്യക്തിത്വം കൂടിയാണ് പ്രിയപ്പെട്ട മനമോഹൻ. അനശ്വരനായ ആ സഖാവിന് ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ അഭിവാദ്യങ്ങൾ.